ഇറങ്ങടി ഇവിടുന്ന്. ഇറങ്ങാൻ. എടി നിന്നെ ഞാൻ. മോളെ രജനി എന്താ ഇത്? ഗിരി തടയണ്ട. എടി മോളെ. അമ്മ മാറ്. വേണ്ട, എനിക്ക് ഇവളോട് രണ്ട് ചോദിക്കണം. പറയടി, എന്താടി നിന്റെ ഉദ്ദേശം? അത് കൊള്ളാം. അനിയത്തി ചേച്ചിയുടെ വീട്ടിൽ വരുന്നതിന് ഒരു ഉദ്ദേശമില്ല. ചേച്ചി ഒന്ന് കാണുക, വർത്താനം പറയാ, ഭക്ഷണം കഴിക്കുക. നിനക്ക് ഭക്ഷണം കഴിക്കണോ അല്ലേ? കഴിപ്പിക്കാടി നിന്നെ ഞാൻ. ഞാൻ ചോദിക്കാം. ഗിരി, ഞാൻ ചോദിക്കാം. രജനി, ഗിരി സംസാരിക്കട്ടെ. തനുജ, അന്ന് കല്യാണത്തിന് താൻ വന്ന് ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ ചടങ്ങൊക്കെ മോശമാക്കി. സിദ്ധാർത്ഥ സാറിന് താനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. പ്രശ്നം ഉണ്ടാക്കാവുന്ന പോയിത്ത. ഗിരീഷേട്ടൻ നല്ലൊരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഗിരീഷേട്ടനോ? ആരാണ് നിന്റെ ഗിരീഷേട്ടൻ? രജനി, പറയടി. രജനി, ഞാനൊന്ന് സംസാരിക്കട്ടെ. ചേച്ചി എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ചൂടാവുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ രക്തത്തിൽ ജനിച്ചവരല്ലേ? രജനി, ഒരേ രക്തം. ഇറങ്ങിപ്പോടി. തനുജ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ. താൻ എന്തിനാ വന്നത് അത് പറ. അത് പറയാൻ ചേച്ചി സമ്മതിക്കുന്നില്ലല്ലോ. എന്തായാലും പറയാം. ഗിരിയേട്ടൻ വേണ്ട, ഗിരീഷ് മാഷ് കാര്യങ്ങളിലൊന്ന് ഇടപെടണം. മാഷ് കാര്യങ്ങൾ അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് അറിയാം. അതും കൂടി കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. കേട്ടോ അമ്മേ, അന്ന് കല്യാണ ദിവസം ഞാൻ അവിടെ വന്ന് ബഹളം വെച്ചതില് ക്ഷമ ചോദിക്കുന്നു. എനിക്കതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അവകാശങ്ങൾ പിടിച്ചുപറ്റാൻ ചിലര് വിപ്ലവം നടത്തുമല്ലോ, അതുപോലെ ആയിപ്പോയി അന്നത്തെ എന്റെ ബഹളം. എന്റെ ചേച്ചിയുടെ വിവാഹത്തിൽ ഞാൻ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ദേ കുട്ടി, രജനിയെ പ്രകോപിപ്പിക്കാനല്ലേ മുട്ടിന് മുട്ടിന് ചേച്ചി എന്ന് പറയുന്നേ? ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ദേ കുട്ടി പോ, എന്നിട്ട് നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക്. മര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബങ്ങളെ. അവൾക്ക് പറയാനുള്ളത് അവള് പറയട്ടമ്മേ. അതെ, ഞാൻ പറയാം. കേട്ടോ മാഷെ, ഈ ചേച്ചിയുടെ നാത്തൂൻ ദേവിക അവള് 2 പ്രാവശ്യം എന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. ഞാനങ്ങനെ പേടിക്കുന്ന ടൈപ്പല്ലെന്ന് ഇതിനിടെ തന്നെ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ. അല്ല, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പോട്ടെ. ഗിരീഷേട്ടൻ എന്തായാലും ഈ പ്രശ്നത്തിലൊന്ന് ഇടപെടണം. എന്തിലിടപെടണമെന്നാ? എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിയമപ്രകാരം കിട്ടാനുള്ളത് വാങ്ങിത്തരണം. ഗിരീഷ് മാഷിനെ കൊണ്ടേ അത് നടക്കൂ. അല്ലടി, നിനക്ക് കിട്ടാനുള്ള തരാനേ എനിക്ക് പറ്റൂ. ഇപ്പൊ തന്നെ തന്നേക്കാം. രജനി, ദേ കുട്ടിയുടെ മക്കൾ അതിന് കിടക്കുന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.